ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് കുറച്ച് കേടായ വസ്തുക്കൾ കൊണ്ട് ഗാർഡനിലേക്ക് കുറച്ച് പ്ലാന്റേഴ്സ് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം ആക്രിക്കാരന് വേണ്ടി കൊടുക്കാൻ വെച്ചതാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് ഞാൻ വളരെ സിമ്പിളായിട്ടും ചിലവ് കുറഞ്ഞ രീതിയിലും ഈ പ്ലാന്റേഴ്സൊക്കെ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ എന്തായാലും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. ഇത് ഗ്ലാസ്സുകൾ വെച്ചിരുന്ന ഒരു സ്റ്റാൻഡാണ്. അപ്പം അത്യാവശ്യം ഇത് പഴയതായിട്ടുണ്ട്, ഇപ്പോൾ അധികം ഉപയോഗിക്കാറില്ല. ഞാനിങ്ങനെ വേണ്ടാതെ വെച്ചിരുന്നതായിരുന്നു. അപ്പോൾ ഇതുകൊണ്ടാണ് ഒരു പ്ലാന്റർ ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അതുപോലെ ഇതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ചൂടിക്കയറും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സ്റ്റാൻഡ് മൊത്തമായിട്ട് ആ കയറൊന്ന് ചുറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിക്കുന്നത്. ഗ്ലൂ ഗണ്ണാകുമ്പോൾ നല്ല രീതിയിൽ അത് അവിടെ സ്റ്റിക്ക് ചെയ്തിരുന്നോളും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ കയറ് ചുറ്റുമ്പോൾ ജസ്റ്റ് ഒന്ന് ഗ്ലൂ ഗണ്ണ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് ശേഷം ഗണ്ണിൻ്റെ ആവശ്യം വരില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കയറിങ്ങനെ നമുക്ക് വെറുതെ ഇങ്ങനെ ചുറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ദാ ഞാനിവിടെ ഈ ഒരു സ്റ്റാൻഡ് മൊത്തമായിട്ട് കയറൊക്കെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തും ജസ്റ്റ് കയറൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. അതിങ്ങനെ അടിക്കായിക്ക് എടുക്കുമ്പോൾ ആ ഭാഗം മാത്രം ഇങ്ങനെ കാണുമ്പോൾ ഒരു ബോറായിരിക്കും. അപ്പം അത് മാത്രം ചുറ്റിയെടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മേലെയുള്ള ഈ നാരുകളൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു ഹാങ്ങർ പോലെ ആക്കിയെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വേണമെങ്കിൽ 4 സൈഡിലും ജസ്റ്റ് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിലൂടെ ടാങ്കീസ് ഇട്ടിട്ട് നമുക്കൊരു ഹാങ്ങർ പോലെ ആക്കിയെടുക്കാം. പക്ഷെ ഞാനിവിടെ ചെയ്യുന്നത് ഈ ഒരു ഗ്യാപ്പിലൂടെ കയറ് തന്നെ ഇട്ടിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കെട്ടിയെടുത്തിട്ട് കയറ് കൊണ്ട് തന്നെ ഒരു ഹാങ്ങർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെയാണ് ഇപ്പം ഞാനിവിടെ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും ഒരു ഹാങ്ങിങ് പോട്ട് പോലെ ഇത് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പോട്ട് ജസ്റ്റ് ഒന്ന് ഇറക്കി വെക്കാണ് ചെയ്തിരിക്കുന്നത്. അതിങ്ങനെ ഹാങ് ആയിട്ട് വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാകും കാണാൻ. ഇനി ഈ ഒരു പെയിൻറ്റിൻ്റെ പാത്രം കൊണ്ടാണ് ഞാനിവിടെ ഒരു പ്ലാന്റർ ഉണ്ടാക്കുന്നത്. ഒരു ഫ്ലവർ പോട്ട് പോലെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഇതുപോലെയുള്ളൊരു ചൂണ്ടിക്കയറും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പം ഈ കയറ് ഫുള്ളായിട്ടൊന്ന് ഈ പാത്രത്തുമ്മ ചുറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പം അതിന് ഞാനിവിടെ ഹോട്ട് ഗ്ലൂ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനിവിടെ മൊത്തമായിട്ട് കയറൊക്കെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മേലെയുള്ള ഈ നാരുകളൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാം.
ഇനിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ജൂട്ട് കൊണ്ട് ഞാൻ ചെറിയ ചെറിയ ഫ്ലവേഴ്സാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ജൂട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് റൗണ്ട് ഷേപ്പിൽ ചുറ്റിയാൽ ഒരു ഫ്ലവർ പോലെ ആയി കിട്ടും. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് ഗ്ലൂ ഗണ്ണ് അതുപോലെ ഫെവിക്കോള് എന്തെങ്കിലും നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം കയറ് ചുറ്റുമ്പോൾ അതൊരു സിമ്പിളായി പോകുമല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ചെറിയൊരു ഡെക്കറേഷൻ വർക്ക് അതുമ്മ വന്നാൽ കുറച്ച് അട്രാക്ഷൻ കിട്ടിക്കോളും. ഇപ്പോൾ ഇതാ ഞാൻ അതുപോലത്തെ കുറച്ച് ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ഈ ഒരു പോട്ടുമേ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനതിവിടെ ഫ്രണ്ട് ഭാഗം വരുന്നിടത്ത് ഇങ്ങനെ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ അതൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ശരിക്കും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ പോട്ടാണ് വെച്ച് കൊടുക്കുന്നത്. വേണമെങ്കിൽ ഈ ഒരു പോട്ടിൻ്റെ താഴെയായിട്ട് ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് പോട്ട് മിക്സൊക്കെ നിറച്ചിട്ട് നമുക്ക് വേറൊരു പ്ലാന്റും വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പെയിൻറ്റിൻ്റെ പാത്രം കൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയ ഒരു ഫ്ലവർ പോട്ട്. ഇനിയൊരു പ്ലാസ്റ്റിക് പാത്രം കൊണ്ടാണ് ഞാനിവിടെ ഫ്ലവർ പോട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമുക്ക് ഹോട്ടലുകളിൽ നിന്നൊക്കെ ജ്യൂസ് കിട്ടൂലേ, ആ ഒരു ഗ്ലാസ്സാണ്. ഇനി ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെയുള്ള കുറച്ച് ജൂട്ടും ഇവിടെ എടുക്കുന്നുണ്ട്. ഇനി ജൂട്ട് ഈ പാത്രത്തുമ്മ ഫുള്ളായിട്ടൊന്ന് ചുറ്റിയെടുക്കണം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഫെവിക്കോളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഹോട്ട് ഗ്ലൂ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് ഉരുകി പോകുന്ന ഒരു പ്ലാസ്റ്റിക്കാണ്. അതുകൊണ്ട് ഹോട്ട് ഗ്ലൂവിനേക്കാളും നല്ലത് എപ്പോഴും ഫെവിക്കോള് തന്നെയായിരിക്കും. അപ്പോൾ ഫെവിക്കോള് ആദ്യം ഒന്ന് ഒട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ അത് നല്ല രീതിയിൽ തന്നെ വന്നുകൊള്ളും. അപ്പോൾ ഇത്രയും ഭാഗം ഞാൻ ജൂട്ട് ചുറ്റിക്കെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെയുള്ള ഈ നാരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ജൂട്ട് ചുറ്റാത്ത ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലവർ പോട്ടായി മാറിയിട്ടുണ്ട് ഇത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഹോൾ ഇടണില്ല, ഞാൻ ഒരു പോത്തോസിൻ്റെ വെറൈറ്റിയാണ് വെക്കുന്നത്. അപ്പം പോത്തോസ് ആകുമ്പോൾ അധികം വെള്ളം ആവശ്യമില്ലല്ലോ, ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പം ഞാനിപ്പോൾ ഇതിൽ പോട്ടി മിക്സൊക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ പ്ലാന്റ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ പോത്തോസിൻ്റെ വെറൈറ്റിയായ എൻജോയ് പോത്തോസാണ് ഇതിൽ വെച്ച് കൊടുക്കുന്നത്.
ഇപ്പോൾ അതാ പ്ലാന്റ്സൊക്കെ വെച്ച് കൊടുത്തപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഒരു ടീപ്പോയി അതുപോലെ ടേബിള്, സ്റ്റഡി ടേബിളുമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്ത ഫ്ലവർ പോട്ട് ഉണ്ടാക്കിയത് ഇതുപോലെ ഒരു ബോൾ ഷേപ്പിലുള്ള പ്ലാസ്റ്റിക് പാത്രം കൊണ്ടാണ്. ഇത് ഐസ്ക്രീമിൻ്റെ ഒരു പാത്രം കൂടിയാണ്. പിന്നെ കുട്ടികൾ ജെംസൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്നൊരു പാത്രമാണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് ഇവിടെ ഒരു ഫ്ലവർ പോട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. പക്ഷേ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ അതുമ്മേ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതുപോലെയുള്ള ഒരു വൈറ്റ് ജൂട്ടുമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനിയൊരു പാത്രത്തിൻ്റെ ടോപ്പിലായിട്ട് ജസ്റ്റ് ഒരു ഹോളിട്ട് കൊടുക്കണം. നമുക്ക് പോട്ടി മിക്സ് അതുപോലെ വാട്ടറൊക്കെ ആണെങ്കിൽ അത് നിറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കത്തി ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഹോൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പിൽ ഹോൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ ഒരു പാത്രം ജൂട്ട് ഫുള്ളായിട്ടൊന്ന് ചുറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഹോട്ട് ഗ്ലൂ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാനിവിടെ ആ ഒരു പാത്രം ഫുള്ളായിട്ട് ജൂട്ടൊക്കെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു 2 സൈഡിലും ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഒരു ഹാങ്ങർ പോലെ ആക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പപ്പടക്കോല് ചൂടാക്കിയിട്ട് ജസ്റ്റ് ആ ഭാഗത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാനിവിടെ അതുപോലെ ചെയ്തിട്ട് 2 ഹോൾസുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ജൂട്ട് കൊണ്ട് തന്നെയാണ് ഞാനിവിടെ ഹാങ്ങർ ഉണ്ടാക്കുന്നത്. ആ ഹോളിലൂടെ ഈ ജൂട്ട് കടത്തിയിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ടിട്ട് ഒരു ഹാങ്ങർ പോലെ ആക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഞാനിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളത്തിൽ പ്ലാന്റ്സ് വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഞാൻ ഇതിലോട്ട് നോർമൽ മണി പ്ലാന്റ് തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഉണ്ടാക്കിയ എല്ലാ ഫ്ലവർ പോട്ട്സുകളും ശരിക്കും വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കളയാൻ വേണ്ടി വെച്ചിരുന്ന ഐറ്റംസ് തന്നെയാണ് ഇതെല്ലാം. അപ്പം ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എല്ലാ കമൻസുകളും അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.